ഒരു വ്യവസ്ഥയുമില്ലാത്ത ഒരു രാജ്യം എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. ഒരു വ്യവസ്ഥയുമില്ലാത്ത രാജ്യം. ഒരു രാജ്യത്തെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ, അവിടുത്തെ മിലിറ്ററി ഓപ്പറേഷൻ്റെ ഹെഡാണ് അറിയിക്കുന്നത് സീസ് ഫയർ എന്ന്. അപ്പോൾ ഒരു വെടിനിർത്തൽ ധാരണ തീരുമാനമെടുത്ത് അത് പ്രഖ്യാപിക്കുകയും ചെയ്ത് വാർത്താക്കുറിപ്പും ഇറക്കിയ ശേഷം ആ രാജ്യം അത് ലംഘിക്കുന്ന ഒരു സാഹചര്യം. ഏതായാലും ഇന്ത്യ ഇന്ന് അതിന് ആ ഒരു വെടിനിർത്തൽ ധാരണ അംഗീകരിക്കുകയും അത് പ്രഖ്യാപിക്കുകയും 5 മണി മുതൽ വെടിനിർത്തൽ നിലവിൽ വന്നുവെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ ഒരു തീരുമാനവുമായി ഇന്ത്യൻ സേന മുന്നോട്ട് പോയി. അതേസമയം ഇപ്പോൾ 3 മണിക്കൂർ ആകുമ്പോഴേക്കും ആ ഒരു വെടിനിർത്തൽ ധാരണ ലംഘിക്കുന്ന പാകിസ്ഥാനെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു വ്യവസ്ഥയുമില്ലാത്തൊരു രാജ്യം, അല്ലെങ്കിൽ ഒരു സൈന്യത്തിൻ്റെ നേതൃത്വം ഒരു തീരുമാനമെടുത്താൽ അത് താഴെത്തട്ടിൽ നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു രാജ്യം. ഈ പാകിസ്ഥാനാണ് ഇന്ത്യയോട് ഒരു യുദ്ധത്തിന് പുറപ്പെടുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം. ഏതായാലും ഇന്ത്യൻ സർക്കാരിൻ്റെ നിലപാട്, കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് ഇനി എന്താകും എന്നത് കാത്തിരുന്ന് കാണണം. ഏതായാലും ഇപ്പോൾ BSFന് ശക്തമായി തിരിച്ചടിക്കാനുള്ള നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിട്ടുണ്ട്. ഏത് രീതിയിലാണോ പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘിക്കുന്നത് അതേ രീതിയിൽ വളരെ ശക്തമായി ഫുൾ ഫോഴ്സിൽ തിരിച്ചടിക്കാനുള്ള നിർദ്ദേശം ഏതായാലും നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും കരസേനയ്ക്കും സമാനമായ നിർദ്ദേശം നൽകാൻ സാധ്യതയുണ്ട്. ഏതായാലും നിയന്ത്രണ രേഖയിൽ കരസേനയും അന്താരാഷ്ട്ര അതിർത്തിയിൽ BSFുമാണ് അതിർത്തി കാക്കുന്നത്. അപ്പോൾ നിയന്ത്രണ രേഖയിൽ കരസേനയ്ക്കും ശക്തമായി തിരിച്ചടിക്കാനുള്ള നിർദ്ദേശമുണ്ട്. ശ്രീനഗർ മേഖലയിലൊക്കെ തന്നെ കരസേനയാണ് പ്രത്യേകിച്ച് നിയന്ത്രണ രേഖ കാക്കുന്നത്. അപ്പോൾ ആ മേഖലയിലും ശക്തമായ പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ ശക്തമായി തിരിച്ചടിക്കാൻ തന്നെയായിരിക്കും തീരുമാനം. ഏതായാലും ഈ വെടിനിർത്തൽ ധാരണ ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പാകിസ്ഥാൻ ലംഘിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഇനി അത് തുടർന്ന് മുന്നോട്ട് പോകണോ എന്ന കാര്യമൊക്കെ തന്നെ ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന് ആലോചിക്കേണ്ടി വരും, ഇന്ത്യൻ സൈന്യത്തിന് ആലോചിക്കേണ്ടി വരും. മറ്റന്നാൾ 2 രാജ്യങ്ങളുടെയും DGMOമാർ തമ്മിലുള്ള മീറ്റിംഗ് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വെടിനിർത്തൽ തീരുമാനിക്കുകയും 2 ദിവസത്തിന് ശേഷം 2 രാജ്യങ്ങളും തമ്മിലുള്ള ഒരു സൈനിക ചർച്ച ആലോചിക്കുകയും അത് നിശ്ചയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ മണിക്കൂറുകൾക്കകം തന്നെ പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പ്രകോപനം തുടരുന്നത്. ഏതായാലും സൈന്യം തിരിച്ചടിക്കുന്നുണ്ട്. ഇപ്പോൾ ഡ്രോണുകളാണ് വലിയ തോതിൽ വരുന്നത്. ഇതിനൊപ്പം തന്നെ വലിയ ആർട്ടിലറി ഗണ്ണുകൾ ഉപയോഗിച്ചുള്ള വലിയ ഫയറിംഗ് നടക്കുന്നുണ്ട്. ഏതായാലും ആർഎസ്പുര മേഖലയിലൊക്കെ തന്നെ ഹെവി ഫയറിംഗ് എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ വളരെ ശക്തമായി തന്നെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ, ഇന്ത്യൻ മേഖലയ്ക്ക് നേരെ വലിയ ആക്രമണം പാകിസ്ഥാൻ നടത്തുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ അതിർത്തി മേഖലയിൽ എല്ലായിടത്തും ബ്ലാക്ക് ഔട്ടാണ്. രാജസ്ഥാനിൽ, ഗുജറാത്തിൽ, പഞ്ചാബിൽ, ജമ്മു മേഖലയിലൊക്കെ തന്നെ ഇപ്പോൾ ഇന്നലെ എന്താണോ സംഭവിച്ചത് എക്സാക്ട്ലി ആ സമയമാകുമ്പോൾ പാകിസ്ഥാൻ ഇത് പൊട്ടിച്ചേ പറ്റൂ, പാകിസ്ഥാൻ ഈ ഡ്രോണുകൾ വിട്ടേ പറ്റൂ എന്ന അവസ്ഥയിലാണ്. ഒരു സിവിൽ അഡ്മിനിസ്ട്രേഷൻ കൃത്യമായി വെടിനിർത്തൽ ധാരണ ഒരു രാജ്യത്തിന് ഉറപ്പ് നൽകി കഴിയുമ്പോൾ അത് അന്തർദേശീയ സമൂഹം നോക്കൂ. അമേരിക്കൻ ഡൊണാൾഡ് ട്രംപ്, മാർക്ക് റൂബിയോ, സ്റ്റേറ്റ് സെക്രട്ടറി ഇവരടക്കമുള്ള ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്തതാണ് ഈ വെടിനിർത്തലിനെ. അത് പാകിസ്ഥാനിലെ തന്നെ വിദേശകാര്യമന്ത്രി ധർ ഈ വിവരം എക്സ്പോസ് ചെയ്തതാണ്. അപ്പോൾ ആ രാജ്യത്തെ തന്നെ ഗവൺമെന്റിനെ കബളിപ്പിക്കുന്ന രീതിയിൽ, പരിഹാസ്യമാക്കുന്ന രീതിയിൽ ഇതേപോലെ ഡ്രോണുകൾ വിടണമെങ്കിൽ പാകിസ്ഥാന്റെ സേനാ മേധാവി അറിയാതെ ചെയ്യാൻ വഴിയില്ലല്ലോ. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ സിവിൽ ഗവൺമെന്റിനെ പാകിസ്ഥാന്റെ മിലിറ്ററി അനുസരിക്കാതിരിക്കുന്നു. ഒരു അട്ടിമറിയുടെ ലക്ഷണമായി നമുക്കെതിരെ കണക്കാക്കാൻ കഴിയുമോ സുനിൽ? തീർച്ചയായും അരുൺ, ഒരു വ്യവസ്ഥയുമില്ലാതെ വേണമെങ്കിൽ അങ്ങനെ തന്നെ പറയാം, ഒരു അട്ടിമറിയുടെ ഒരു സൂചനകൾ നൽകുന്ന തരത്തിൽ പാകിസ്ഥാൻ ഇത്തരത്തിൽ ഒരു പ്രകോപനം തുടരുന്നത് തീർച്ചയായും ഇത് പാകിസ്ഥാനിലെ സംവിധാനങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണെന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു സംഘർഷം അവസാനിപ്പിക്കേണ്ടത് തീർച്ചയായും പാകിസ്ഥാൻ്റെ ആവശ്യമായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യാതൊരു ആശങ്കയുമില്ലായിരുന്നു ശക്തമായി മുന്നോട്ട് പോകുന്നതിനും സൈനിക നടപടി സ്വീകരിക്കുന്നതിനും. അത് ഇന്ത്യ ആ ശക്തി കാണിച്ചതാണ്. ഇന്ന് രാവിലെ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട സൈനിക താവളങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ ശക്തമായ ആക്രമണം നടത്തിയതാണ്. പാകിസ്ഥാന്റെ പോസ്റ്റുകൾ തകർത്തതാണ്, റഡാർ സംവിധാനം തകർത്തതാണ്. എവിടെ നിന്നൊക്കെയാണോ ഇന്ത്യൻ മേഖലയിലേക്ക് പാകിസ്ഥാൻ വെടിയുതിർത്തത് കഴിഞ്ഞ ദിവസം, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെയാണോ ഡ്രോണുകൾ തൊടുത്തത്, എവിടെ നിന്നൊക്കെയാണോ മിസൈലുകൾ തൊടുത്തത്, ആ മേഖലകളിലേക്ക് ശക്തമായ ആക്രമണമാണ് ഇന്ന് പുലർച്ചെ ഇന്ത്യ നടത്തിയത്. വലിയ തിരിച്ചടി നൽകുകയും ചെയ്തു. ഒടുവിൽ പാകിസ്ഥാന്റെ DGMO ഇന്ത്യൻ സർക്കാരിനോട്, ഇന്ത്യൻ DGMOയെ വിളിച്ച്
വെടിനിർത്തൽ വേണം, ഇതിലൊരു സമാധാനം വേണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ അത് അംഗീകരിച്ചു, വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഇന്ത്യ പരസ്യമായി കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി അത് പ്രഖ്യാപിക്കുന്നു. തൊട്ടു പിന്നാലെ ഇന്ത്യൻ സൈന്യം അത് പ്രഖ്യാപിക്കുന്നു. പക്ഷേ അപ്പോഴും ഇന്ത്യൻ സൈന്യം, ഇന്ത്യൻ പ്രതിരോധ സേന വളരെ വ്യക്തമായ ഒരു സന്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം കേന്ദ്ര സർക്കാരും സന്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിൽ ഈ ഒരു ധാരണ ലംഘിച്ചാൽ, ഇന്ത്യക്കെതിരെ ഏതെങ്കിലും ഒരു തീവ്രവാദ നീക്കം നടത്തിയാൽ, ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തിയാൽ അത് രാജ്യത്തിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമായി കാണും, ശക്തമായി തിരിച്ചടിക്കും എന്ന വ്യക്തമായ സന്ദേശം നൽകിയ ശേഷമാണ് വെടിനിർത്തൽ ഇന്ത്യ അംഗീകരിച്ചത്. പക്ഷേ അത് അംഗീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറല്ല. അപ്പോൾ ഒരു സിസ്റ്റവും ഇല്ലാത്ത ഒരു രാജ്യം, ഒരു സത്യസന്ധമായി നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു രാജ്യം, വാക്ക് പാലിക്കാത്ത ഒരു രാജ്യം, അങ്ങനെയൊക്കെയുള്ള വിശേഷണങ്ങളാണ് പാകിസ്ഥാന് ചേരുക. മാത്രമല്ല, പാകിസ്ഥാന്റെ സൈനിക മേധാവി ഒരു തീരുമാനമെടുത്ത് ആ തീരുമാനം സൈന്യത്തിന് നടപ്പാക്കാൻ കഴിയില്ല എന്നതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അതാണ് നേർക്കാഴ്ച. ഒരുപക്ഷേ പാകിസ്ഥാൻ ആവശ്യമാണ് ഈ ഒരു